പൂക്കൾ പൂക്കും തരുണം മാറുയിരേ பார்த்ததாருமில்லை புலரும் காலை பொழுதை முழுமதையும் பிறந்த போவதில்லையே நேற்று வரை நேரம் போகவில்லையே உனதருகே நேரம் போகவில்லை எதுவும் பேசவில்லை இன்றேனோ எதுவும் தோன்றவில்லை இது எதுவோ ജോ ഇതിൽ സൈൻ ചെയ്യാ. എന്താ ഇത്? നീ ചോദിച്ചത് തന്നെയാ. ഡിവോഴ്സ് പേപ്പേഴ്സ്. എന്ത്? കേട്ടില്ലേ? ഇറ്റ്സ് ഡിവോഴ്സ് പേപ്പർ. പിന്നെ ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നീ കൂടി ഇതിൽ സൈൻ ചെയ്ത ഇത് ഡയറക്ട്ലി കോർട്ടിൽ കൊണ്ട് കൊടുക്കാം. കൂടിപ്പോയ 2 months. അതുവരെ ക്ഷമിക്കണം. ബിക്കോസ് നമ്മുടെ മാരേജ് കഴിഞ്ഞ് 4 months ആയിട്ടുള്ളൂ. സോ 6 months വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. സൈൻ ചെയ്തിട്ട് അവിടെ ടേബിളിൽ വെച്ചാൽ മതി. ഞാൻ കിടക്കാൻ പോവാ. ഗുഡ് നൈറ്റ്. ആഹാ, മോൾ നേരത്തെ എഴുന്നിട്ടോ? കുറച്ചു നേരം കൂടി കിടക്കാൻ വയ്യായിരുന്നോ? കിടന്നിട്ട് അങ്ങോട്ട് ഉറക്കം വന്നില്ല അമ്മേ. അപ്പൊ ഞാനിങ്ങോട്ട് പോകുന്നു. ആ, എന്തു പറ്റി? വയ്യേ? അറിയില്ല, ചെറിയ തലവേദന. ആണോ? എന്നാ മോള് ഇവിടെ ഇരിക്കുക. അമ്മ നല്ല ചൂട് കാപ്പിട്ട് തരാം. മോളും ഇത്ര നേരത്തെ ഇങ്ങോട്ട് വന്ന എന്ത് പറ്റി? മോളൊക്കെ വല്ലാതിരിക്കണല്ലോ. അതൊന്നുമില്ല ചേച്ചി, ചെറിയ തലവേദന. അമ്മ തന്ന ചായ കുടിച്ചപ്പോഴത്തേക്കും എന്റെ തലവേദനയൊക്കെ പോയി. ആണോ? ജോ ഇതിൽ സൈൻ ചെയ്തിട്ടില്ലല്ലോ. വൈ? ചായ അവിടെ വെച്ചിട്ടുണ്ട്, ചൂടാറാതെ എടുത്തു കുടിക്കുക. ജോ, ഇതിലെന്താ നീ സൈൻ ചെയ്യാത്ത? എനിക്ക് സൈൻ ചെയ്യാൻ തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. എന്ത് പറഞ്ഞത് കേട്ടില്ലേ? എനിക്ക് സൈൻ ചെയ്യാൻ തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ സൈൻ ചെയ്തില്ല. നീ മതി, നിർത്ത്. ടേബിളിലിരിക്കുന്ന ചായ എടുത്ത് കുടിച്ചിട്ട് നേരെ ഓഫീസിലോട്ട് പോയേ. എന്താ നിന്റെ പ്രശ്നം ജോ? എന്റെ കൈ വിടുകയായിട്ട്, എനിക്ക് വേദനിക്കുന്നു. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ നീ? എന്താ നിന്റെ പ്രശ്നം? എന്താന്ന്? എനിക്കൊരു പ്രശ്നമില്ല. പിന്നെ എന്താ നിനക്ക്? എന്നെ കളിപ്പിക്കുവാണോ നീ?
നിനക്ക് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്ത് നിനക്ക് വേണ്ടേ? വേണ്ടേന്ന് വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. വിയേട്ടാ നിക്ക്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കൊന്നും കേക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? വിയേട്ടാ പ്ലീസ്, എനിക്ക് ഈ പറയുന്നത് കേട്ടിട്ട് പോവോ? മോനെ നീ എങ്ങോട്ടാ? കഴിക്കുന്നില്ലേ? ഐ ഹാവ് ആൻ ഇമ്പോർട്ടന്റ് മീറ്റിംഗ്, സോ ഓഫീസ്. മോനെ എന്തെങ്കിലും കഴിച്ചിട്ട് പോടാ. എനിക്ക് അതിനുള്ള ടൈം ഇല്ല അമ്മ. എടാ ഞാൻ പറഞ്ഞില്ല എനിക്ക് ടൈമില്ലാന്ന്. പിന്നെ ജോയോട് ലേറ്റ് ആവാതെ വരാൻ പറയണം. അമ്മേ, വിഹാൻ എന്തിനാ ദേഷ്യപ്പെട്ടെ? അറിയില്ല മോളെ, അവനോട് കഴിച്ചിട്ട് പോവാൻ പറഞ്ഞപ്പോ സമയമില്ലെന്ന് പറഞ്ഞു. ആ പിന്നെ ജോമോനോട് ലേറ്റ് ആവാതെ കമ്പനിയിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്. എന്തോ മീറ്റിംഗ് ഉണ്ടത്രേ. അവളുടെ പ്രസൻസ് അവിടെ ഇമ്പോർട്ടന്റ് ആണെന്ന് പോലും. അമ്മേ അത് ജോ. എന്താ മോളെ, ജോമോക്കെന്താ? ഏയ് ഒന്നുമില്ല അമ്മേ, ഞാൻ പോയി ജോനോട് പറഞ്ഞിട്ട് വരാം. നീ പറഞ്ഞത് കേട്ടില്ലേ, ലേറ്റ് ആകുന്നല്ലേ പറഞ്ഞേ, ഞാൻ പോയി പറഞ്ഞിട്ട് വരാം. ആ മോളെ. ജോ ചേച്ചി, വിയേട്ടൻ. ജോ എന്ത് പറ്റി? വിഹാൻ അങ്ങനെ ദേഷ്യപ്പെട്ടു പോയെ? നീ അവനോട് പറഞ്ഞില്ലേ? എന്താ നിന്റെ കയ്യില്? ഡിവോഴ്സ് പേപ്പർ. മോളെ ജോ, അപ്പൊ നീ വിഹാനോടൊന്നും? ഇല്ല, ഞാൻ പറഞ്ഞില്ല. പറയാനുള്ള അവസരം എനിക്ക് തന്നിട്ട് വേണ്ടേ? മോളെ വിഹാൻ, ഞാൻ ഈ ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്ത് കൊടുക്കാത്തതിനുള്ള ദേഷ്യത്തിലാണ് പോയത്. ഫീലിങ്സ് വെച്ച് കളിക്കുക പോയി. എനിക്കറിയാം ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ പറഞ്ഞത് കേൾക്കാതെ പോയിന്ന്. അല്ലെങ്കിൽ എന്നോട് എത്ര ദേഷ്യം ഉണ്ടായ പോലെ എന്നോട് സംസാരിക്കുന്നതാ. മോളെ ഇന്ന് മനസ്സിലായി. ഇന്ന് ഓഫീസിൽ പോകാനല്ലേ? ചേച്ചി താഴത്തോട്ട് വെക്കും, ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാം. പിന്നെ ഇതിപ്പോ ആരും അറിയാൻ നിൽക്കണ്ട. ഓ ഷിറ്റ്, നീ എന്താ വിഹാൻ ഇങ്ങനെ? അവൾ എന്താ പറയാൻ പോകുന്നതൊന്നും കേൾക്കാതെ കൂടാതെ അമ്മയോടും. Come in. വിഹാൻ സർ. Yes, Maya. What's the matter? ഒന്നുമില്ല സാർ, ജസ്റ്റ് സാറിനെ ഒന്ന് കാണണം എന്ന് തോന്നി, അപ്പോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു. Look, Maya. ഇത് തോന്നുമ്പോ കേറി വരാൻ നിന്റെ വീടൊന്നുമല്ല. It's my cabin. And ഇവിടെ ഒരു കാര്യമില്ലാതെ കേറി വരാൻ ഒരു എംപ്ലോയീസിനും പറ്റില്ല. So, if you don't have any reason, out. അങ്ങനെ പറയില്ലേ വിഹാൻ. ഒന്നല്ലേലും ഞാൻ വിഹാന്റെ അച്ഛന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ മകളല്ലേ. So what? അപ്പോ നമ്മളും ഫ്രണ്ട്സ് അല്ലേ? ലുക്ക് മായ, നിന്റെ പപ്പ എന്റെ അച്ഛന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നേക്കാം, നീ അദ്ദേഹത്തിന്റെ മകളും ആയേക്കാം. ബട്ട് നമ്മൾ തമ്മിൽ ഒരു റിലേഷനും ഇല്ല, ഇനി ഉണ്ടാവാനും പോകുന്നില്ല. സോ മൈൻഡ് യുവർ ഓൺ ബിസിനസ് ആൻഡ് ഗെറ്റ് ഔട്ട് ഫ്രം മൈ ക്യാബിൻ. ബട്ട് വിഹാൻ, I said get out. വിയേട്ടാ, don't you even have a manners to knock and ask for a permission to enter?
വാട്ട് ഡിഡ് യു കോൾ ഹിം? തിയേറ്റർ? അത് ഞാൻ മായ, എന്താ വിഹാൻ, നീ ഇത് കണ്ടില്ലേ ഇവളുടെ പെരുമാറ്റം? പെർമിഷൻ ചോദിക്കാതെ അകത്തേക്ക് കയറി വന്നേക്കുന്നു. കൂടാതെ നിന്റെ പേരും വിത്തൗട്ട് ആഡിങ് നിന്റെ പ്രൊഫഷണൽ ടോൺ. ഇവൾ ആരാ നിന്നെ അങ്ങനെയൊക്കെ വിളിക്കാൻ? ഹു ഈസ് ഷീ? മായ, പ്രൊഫഷണൽ ടോൺ അവൾക്ക് മാത്രമല്ല നിനക്കും ബാധകമാണ്. പിന്നെ അവൾ പെർമിഷൻ ചോദിച്ച് കയറാത്തതിന് എനിക്ക്, അതായത് ഈ കമ്പനിയുടെ MD, ഈ കമ്പനിയുടെ ഓണറായി എനിക്ക് ഒരു ഇഷ്യൂ ഇല്ല. സോ ഇവിടുത്തെ വെറും ഒരു ഡിപ്പാർട്ട്മെന്റ് മാനേജർ ഹെഡായ നിനക്ക് എന്താ? പിന്നെ എന്റെ അച്ഛന്റെ ഫ്രണ്ടിന്റെ മോളാണെന്ന് പറഞ്ഞ് എന്നെ കയറി പേര് വിളിക്കാനുള്ള ഒരു റൈറ്റ്സും ഞാൻ നിനക്ക് തന്നിട്ടില്ല. ഈവൻ ഞാൻ അത് കൊടുക്കേണ്ട ആൾക്ക് പോലും ആ റൈറ്റ്സ് കൊടുത്തിട്ടില്ല. സോ വൈ ആർ യു ബീങ് മാഡ്? നീ എന്തിനാ വിഹാൻ ഇവക്ക് വേണ്ടി എന്നോട് ദേഷ്യപ്പെടുന്നേ? 1 വീക്കിന് ശേഷം നമ്മൾ എപ്പോഴാ കാണുന്നേ? അതിവിടെ കാരണം. ലുക്ക് മായ, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, കോൾ മീ വിഹാൻ സർ. ഇറ്റ്സ് ഓഫീസ്, നോട്ട് യുവർ ഹോം ഓർ സംവെയർ എൽസ്. പിന്നെ ജോ, ക്യാബിലേക്ക് പൊക്കോളൂ. ഞാൻ മീറ്റിംഗ് സ്റ്റാർട്ട് ആകുമ്പോൾ അങ്ങോട്ടേക്ക് വരാം. ബട്ട് ഞാനൊരു കാര്യം പറയാനാണ് ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പൊ ഐ ആം നോട്ട് ഇൻ ദ മൂഡ്. അത് ഞാൻ പിന്നെ സംസാരിക്കാന്ന് പറഞ്ഞില്ലേ ജോ. ഇപ്പോ നീ നിന്റെ ക്യാബിലേക്ക് പോ. ബട്ട് ഐ സെഡ് ഔട്ട്. She deserved that scolding. പിന്നെ we Get out. we I said get out. ഇനി 3 ഡേയ്സുള്ള നിങ്ങൾക്ക് എക്സാം സ്റ്റാർട്ട് ആവാൻ. നന്നായിട്ട് പഠിച്ച് എല്ലാവരും പാസ്സാവുക. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പീരീഡ് ആണ്. താങ്ക് യു. എടാ, ഇനി 3 ദിവസം കൂടെ ഉള്ളൂ. സപ്ലി കിട്ടാണ്ട് എക്സാം പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ഈ കോളേജിലോട്ട് കയറണ്ട. ക്ലാസ് ഒക്കെ കഴിഞ്ഞു. ഇനി വേണം എൻ്റെ മാരീഡ് ലൈഫൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ. മനസ്സിലായി. യാ, എടാ, ഇത് നിനക്ക് തിരക്കൊന്നുമല്ലേ? പോടാ. ജെകെ, പറഞ്ഞു തീർന്നില്ലല്ലോ, അതേ നിന്റെ ഭാര്യ വരുന്നു. ഒന്ന് പോടാ. എന്താ ഇഷ്യൂ? നമുക്ക് പോയതാ. പോണ വഴിക്ക് എന്തെങ്കിലും കടയിൽ നിർത്തണോട്ടോ. കുറച്ച് പച്ചവെള്ളം കാണാനായിട്ട്. ആ, പച്ചമാങ്ങയാ? നീ പനി പറ്റിച്ചോടാ. ഒന്ന് പോടാ. അത് ജോക്കാടാ. അപ്പൊ ജോ? ആ, നീ ഉദ്ദേശിച്ചത് കറക്റ്റാ. ആയിക്കോട്ടെ. എക്സ്ക്യൂസ് മീ, ചൈത്ര അല്ലേ? അതെ. ആൽവിൻ? ആ, അതെ. ഇരിക്കൂ. നിങ്ങൾ പറഞ്ഞ സ്റ്റൈൽ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ലെറ്റ് മീ ഷോ യു ദ എക്സാമ്പിൾസ്. യെസ്, ഷ്യൂർ. ഇതൊക്കെയാണ് റെഫറൻസ്. യാ, എനിക്കിത് ഇഷ്ടമായി. ഇവിടെ വരാൻ പറഞ്ഞിട്ട് എവിടെ പോയി? താങ്ക്സ്. ഇത് ഓക്കെ അല്ലേ? അപ്പോൾ യെസ്, ഓക്കെയാണ്. ഐ ലൈക്ക് ഇറ്റ്. ചൈത്ര, അരുൺ, നീ വന്നേ, പോവാം. നീ എന്തീ കാണിക്കുന്നവരും? കൈവിട്. നിന്നോട് വരാനല്ലേ പറഞ്ഞേ? ഞാൻ വരാം. ഐ ആം സോറി ആൽവിൻ. നമുക്ക് നെക്സ്റ്റ് ഡേ മീറ്റ് ചെയ്യാം. ഐ ഹാവ് ടു ഗോ നൗ. യാ, ഇറ്റ്സ് ഓക്കെ. നിന്റെ പ്രശ്നം എന്താ അരുൺ? ആരാവൻ? ആര്? ആൽവിനോ? അവന്റെ പേരൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. അവനാരാ? എന്തിനാ നീ അവനായിട്ട് ചിരിച്ച് സംസാരിച്ചിരുന്നേ? അരുൺ, അത് എൻ്റെ ക്ലയൻ്റ് ആണ്.
പുള്ളിയുടെ ബ്രൈഡിൻ്റെയും വെഡിങ് ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചത്. അല്ല, ഇതൊക്കെ നീ അറിഞ്ഞിട്ടെതിരാ. ഇനി ഞാൻ മറ്റുള്ളവരായിട്ട് ചിരിച്ച് സംസാരിച്ചാൽ നിനക്കെന്താ പ്രശ്നം? എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ട് അതിൻ്റെ കാരണം എന്താന്നാ ഞാൻ ഈ ചോദിക്കുന്നത്. ഇല്ല, എനിക്ക് റീസൺ ഒന്നും കിട്ടാതെ ഞാൻ നിന്റെ കൂടെ വരാൻ ഉദ്ദേശിക്കുന്നില്ല. നീ കയറണ്ടോ ഇല്ലയോ? ഇല്ല. അടങ്ങിയിരിക്കണം. എന്താ ഇതിന്റെ എല്ലാ അർത്ഥം? നിനക്ക് ആദ്യം ചോദിച്ചതിന്റെ റീസൺ ഒന്നും അറിയണ്ടേ? ആ, അറിയണം. എന്നാ കേട്ടോ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. സോ നീ മറ്റുള്ളവരായിട്ട് അടുക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല. അരുൺ, you love me? നിനക്കെന്താ ചെവി കേൾക്കൂലേ? യെസ്, ഐ ലവ് യു. മീറ്റിങ്ങിന് ശേഷം ജോയെ കണ്ടില്ലല്ലോ. ഇവിളിതവിടെ പോയി? ഒന്ന് അവളുടെ ക്യാബിൻ വരെ പോയി നോക്കാം. ഈ പെണ്ണിന് വേറെ പണിയൊന്നുമില്ലേ? നീ ഇതെങ്ങോട്ട് പോവാ? എന്താ നിന്റെ കയ്യില്? ഞാൻ എങ്ങോട്ട് പോവാ, എന്താ എന്റെ കയ്യിലെന്ന് അന്വേഷിക്കേണ്ട ഡ്യൂട്ടി അല്ല നിനക്ക്. അണ്ടർസ്റ്റാൻഡ്? നീ പോയി നിന്റെ വർക്ക് ചെയ്യാൻ നോക്കും മായ. വി? ഇറ്റ്സ് വിഹാൻ സർ, നോട്ട് വി. ഇത് കണ്ടില്ലേ മായേ? ഇതാ ഞങ്ങൾ പറഞ്ഞു. സാറ് ഇപ്പോൾ ജോഷിക വന്നേ പിന്നെ എങ്ങനെയാ? ഇപ്പോൾ അവളുടെ ക്യാബിലിട്ട് പോയതായിരിക്കും. ജോഷിക? ആരാ അവള്? പിന്നെ ക്യാബിൻ? സാധാരണ എംപ്ലോയീസിനൊന്നും ക്യാബിൻ ഇല്ലല്ലോ. ആ, നമ്മുടെ പുതിയ ചീഫ് മാനേജറാ. മായ വേണമെങ്കിൽ ഇപ്പോൾ അവളുടെ ക്യാബിൻ വരെ പോയി നോക്ക്. വിഹാൻ സാറിനെ അവിടെ കാണാം. ജോ, സോറി സാറ്, എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, ഞാൻ അങ്ങോട്ട് വരത്തില്ലായിരുന്നു. ഹേ ഇറ്റ്സ് ഓക്കെ. പിന്നെ ഉച്ചയായില്ലേ, നീ എന്തെങ്കിലും കഴിച്ചോ? ആ, ഇത് നിന്റെ ഇഷ്ടപ്പെട്ട ഫുഡാ, കഴിക്കുക. അയ്യോ, അതൊന്നും വേണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, നീ കഴിക്കുക. ഈ ഏട്ടൻ കഴിച്ചായിരുന്നോ? ഇല്ല, ഞാൻ പിന്നെ കഴിച്ചോളാം. നമുക്കൊന്നിച്ച് കഴിക്കാം. ഓക്കെ. ജോ, വിയേട്ടാ, ജോ 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 Hey, Joe, are you okay? നിനക്കെന്താ പറ്റി? കുഴപ്പമൊന്നുമില്ലല്ലോ? വീട്ടില് പോണോ? കുഴപ്പമൊന്നും, ഇത് ജസ്റ്റ്. യു ആർ നോട്ട് ഓക്കെ ജോ? എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എന്നോട് പറ. അല്ലേ വേണ്ട, വാ
നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അത് കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ ചെന്നൊന്ന് കിടന്നാൽ ശരിയായിക്കോളും. ഓക്കെ ഓക്കെ, എന്നാ വാ, വീട്ടിലേക്ക് പോവാം. ഏട്ടൻ വന്നു കഴിഞ്ഞാ പിന്നെ എങ്ങനെയാ കമ്പനി? ഏട്ടൻ വരണ്ട, ഞാൻ ചേച്ചിയോട് പിക്ക് ചെയ്തോളാൻ പറഞ്ഞോളാം. ചേച്ചിക്ക് ഉച്ച വരെ ഉള്ളൂന്ന് പറഞ്ഞായിരുന്നു. Are you sure? Take care. വീട്ടിലെ മായ അവൾ നമ്മുടെ ശ്രീഹാൻസറിനെ കറക്കിയെടുത്തു. ഇവളെ എങ്ങനെ നോക്കണമെന്ന് എനിക്കറിയാം. അത് ഇവളെ ഇങ്ങനെ വിട്ടാൻ പറ്റില്ല. എന്തെങ്കിലും നമുക്ക് ചെയ്യണം. അത് ബട്ട് എന്താ ചെയ്യാ? അതൊക്കെ ഉണ്ട്, നീ വാ. എന്ത് പറ്റി ജോ? നിനക്ക് ഓഫീസിൽ നിന്ന് നേരത്തെ വന്നേ? നിനക്ക് എന്തെങ്കിലും പറ്റിയോ? അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കുഴപ്പമൊന്നുമില്ല ചേച്ചി, ഓഫീസിൽ വെച്ചൊന്ന് തലറിഞ്ഞതാ, അപ്പൊ ഞാനിങ്ങ് പോകും. ഓ, എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഒന്ന് കിടന്നാ മതി. എന്നാ പിന്നെ നീ പോയി കിടന്നോ, ഞാൻ ഫുഡുമായിട്ട് റൂമിലേക്ക് വരാം. ജോ, ഇത് നിനക്കുള്ള മാങ്ങ മെഡിസിനാ. താങ്ക്സ് ചേച്ചി. ആ, നീ പോയി റെസ്റ്റ് എടുത്തോ. ആ, മക്കള് വന്നോ? ആ, ജോമോളുണ്ടോ? ആ ജോക്ക് തീരെ വയ്യ, അതുകൊണ്ട് നേരത്തെ വന്നു. അതൊന്നുമില്ല അമ്മേ, ഞാൻ ഓഫീസിൽ വെച്ച് ചെറുതായിട്ടൊന്ന് തലറിഞ്ഞതാ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എന്നാ മോളെ ജോ, മോള് പോയി റെസ്റ്റ് എടുത്തോ. ഈ കവറിങ് താ, അമ്മ അടുക്കളയിൽ കൊണ്ടുവച്ചേക്കാം. അല്ല, ഇതെന്താ മാങ്ങയോ? ആ അമ്മേ, ഇത് ജോക്കുള്ളതാ. ചോക്കോ? ആ, ഇത് ഇഷ്യൂ പറഞ്ഞ മാങ്ങയും ഡോക്ടർ പറഞ്ഞ മെഡിസിനാ. ജോക്കുള്ളതാ. ഒന്നും മിണ്ടാതിരിക്കെ ചേക്കേ. ഡോക്ടർ പറഞ്ഞു മരുന്നു. എന്താ ഇവിടെ ജോക്ക് എന്താ ശരിക്കും പറ്റിയേ? ഒന്നുമില്ല അമ്മേ, ജേക്ക ചുമ്മാ വെറുതെ പറയണതാ. നീ വളച്ചൊടിക്കേണ്ട കാര്യം പറ ഇഷു. അമ്മ അത് നിക്ക് ഇഷു, മോളെ ഞാൻ ഉദ്ദേശിക്കുന്നത് ശരിയാണോ? അതമ്മേ. പറ മോളെ, ജോ പ്രഗ്നന്റ് ആണോ അല്ലയോ? അതെ അമ്മേ, ജോ പ്രഗ്നന്റ് ആണ്. എന്നിട്ടെന്താ നിങ്ങളിത് നേരത്തെ പറയാതിരുന്നേ? ഇതൊരു സന്തോഷ വാർത്തയല്ലേ? മറിക്ക്, ഞാൻ അച്ഛനോട് പറയട്ടെ. എല്ലാരോടും പറയണം. വിമുൻ അറിയോ? ഇങ്ങോട്ട് വരട്ടെ, എന്നോടൊന്നും പറയാതെ. അമ്മ അത് വേണ്ട, വീട്ടിനോട് ഇപ്പൊ പറയണ്ട. ഞാൻ ഇതുവരെ അത് വീട്ടിനോട് പറഞ്ഞിട്ടില്ലാന്നോ? ഇക്കാര്യം ആദ്യം അറിയേണ്ടത് അവനല്ലേ. നീ എന്താ മോളെ അവനോട് പറയാത്തെ? നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമ്മ അത് ഇനി ഇതെങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിനെന്നെ വേണ്ടാണ്ടായാലോ, എന്റെ കുഞ്ഞിനെ വേണ്ടാണ്ടായാലോ? നീ എന്താ മോളെ കാണിച്ചേ? വീമോന് നിന്നെ ഒരുപാട് ഇഷ്ടാ, അതല്ലേ അവൻ? ഈ സമയത്ത് ഇതുപോലത്തെ നെഗറ്റീവ് ചിന്തകളൊക്കെ വരും, സ്വാഭാവികം. അത് നീ സ്വന്തം പഠിക്കാതെ നീ അത് അവനായിട്ട് സംസാരിക്കണം. നിങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിച്ച തീരേണ്ട പ്രശ്നമല്ലേ ഉള്ളൂ. തൽക്കാലം അമ്മയായിട്ട് അവനോടൊന്നും പറയണില്ല. മോള് തന്നെ വീമോനോട് പറയണം, വൈകിപ്പിക്കരുത്. എന്താ എന്നോട് പറയാനുള്ളത്?